ഈ അടുത്ത് കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ പ്രകമ്പനം സൃഷ്ടിച്ച ചില സിനിമകൾ ഒരേ പാറ്റേണിൽ പിടിച്ചതാണെന്ന് നമുക്ക് ഏകദേശം പറയാൻ കഴിയും. ഇപ്പോൾ തമിഴകത്തു നിന്ന് വന്ന ബ്ലാസ്റ്റ്, അതുപോലെ തന്നെ മലയാളത്തിലെ ദൃശ്യം 3, അതുപോലെ തന്നെ മലയാളത്തിൽ വന്ന മോഹിനിയാട്ടം എന്നീ ചിത്രങ്ങൾ, ഇതിനെല്ലാം ഒരേ ഫാക്ടർ ഉണ്ടായിരുന്നു. ഒരു ഫാമിലി സബ്ജക്റ്റ്, അതിൽ വരുന്ന ചില പ്രശ്നങ്ങൾ, അത് തന്നെയാണ് ഈ ചിത്രങ്ങളെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത്. എന്നാൽ ഈ 3 ചിത്രങ്ങളും പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരെണ്ണം തമിഴകത്ത് നിന്നും വന്നതും മറ്റേത് മലയാളത്തിൽ നിന്നും വന്നതാണ്. ഈ 2 സിനിമകളെയും പ്രേക്ഷകർ സ്വീകരിച്ച വിധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും. നേരത്തെ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞെങ്കിലും ഇപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകുകയാണ്. ഈ ചിത്രങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ പ്രകടനം കാണിക്കുമ്പോൾ ഇന്ത്യൻ സിനിമയിലെ 2 വമ്പൻ ഇൻഡസ്ട്രികളാണ് മോളിവുഡും കോളിവുഡും. സ്റ്റാർഡത്തിന്റെയും പ്രൊഡക്ഷന്റെയും കാര്യത്തിൽ മലയാളത്തെക്കാൾ ഒരുപടി മേലെയാണ് തമിഴ് സിനിമ. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി തമിഴ് സിനിമയിലെ സ്ഥിതി കുറച്ച് മോശമാണ്. സൂപ്പർ താരങ്ങളായ വിജയ്, അജിത് എന്നിവർ സിനിമയേക്കാൾ മറ്റ് മേഖലയിലേക്ക് പ്രാധാന്യം നൽകിയത് ഇൻഡസ്ട്രിക്ക് തിരിച്ചടിയായി മാറി. മോളിവുഡ് ആകട്ടെ കഴിഞ്ഞ 2 വർഷത്തിനിടെ വ്യത്യസ്ത ജോണറിലുള്ള സിനിമകൾ പാൻ ഇന്ത്യൻ തലത്തിൽ ചർച്ചയായി മാറ്റി. സ്റ്റാർഡത്തെക്കാൾ കണ്ടന്റിനും മേക്കിങ്ങിനും പ്രാധാന്യം നൽകാനാണ് മലയാള സിനിമ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. എത്ര നല്ല സിനിമയാണെങ്കിലും സൂപ്പർ താരങ്ങൾ ഇല്ലെങ്കിൽ കളക്ഷനെ ബാധിക്കുമെന്ന് ഒരിക്കൽ കൂടി തമിഴ് സിനിമ തെളിയിക്കുകയാണ്. കഴിഞ്ഞ വാരം തിയേറ്ററിലെത്തിയ ബ്ലാസ്റ്റിന് ഗംഭീര റിപ്പോർട്ടാണ് ലഭിച്ചത്. ആക്ഷൻ കിങ് അർജുൻ നായകനായ ചിത്രം ഈ വർഷത്തെ മികച്ച തിയേറ്റർ അനുഭവമാണെന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ പോസിറ്റീവ് റിപ്പോർട്ട് ലഭിച്ചിട്ടും ചിത്രത്തിന്റെ കളക്ഷൻ ഇതുവരെ 50 കോടി പോലും ആയിട്ടില്ലെന്ന് സിനിമാ പേജുകൾ ഉയർത്തി കാണിക്കുകയാണ്. എത്ര നല്ല സിനിമയാണെങ്കിലും സൂപ്പർ താരങ്ങൾ ഇല്ലെങ്കിൽ കളക്ഷൻ ലഭിക്കില്ലെന്ന ഉദാഹരണമാണ് ബ്ലാസ്റ്റ് തമിഴകത്ത് മാറിയിരിക്കുന്നത്. ഇൻഡസ്ട്രി ഹിറ്റായ വാഴ 2നൊപ്പം ക്ലാഷ് റിലീസ് ചെയ്ത മോഹിനിയാട്ടം ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടിയിലേറെ നേട്ടമായാണ് കളം വിട്ടതെന്ന് മലയാള സിനിമ പേജുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്റ്റാർഡത്തെക്കാൾ കണ്ടന്റിന് പ്രാധാന്യം നൽകുന്നതുകൊണ്ടാണ് കേരളത്തിൽ വാഴ 2 ഇൻഡസ്ട്രി ഹിറ്റായതും മോഹിനിയാട്ടം 50 കോടി ക്ലബിൽ കയറിയതെന്നും ചില സിനിമാ പേജുകൾ അഭിപ്രായപ്പെടുന്നു. എന്നാൽ സ്റ്റാർഡത്തിനും വില കൽപ്പിക്കുന്ന മലയാളികൾ മോഹൻലാലിന്റെ ദൃശ്യം 3ക്ക് നൽകിയ വരവേൽപ്പ് മറ്റൊരു രീതിയിലാണ്. 230 കോടിയും കഴിഞ്ഞ് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ദൃശ്യം 3 എന്ന ചിത്രം. മലയാളികൾ ഏത് നല്ല സിനിമകളെയും ഇരുകൈ നീട്ടി സ്വീകരിക്കും, അതിന് മികച്ചൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. എന്നാൽ തമിഴ് ഇൻഡസ്ട്രിയും ബോളിവുഡ് ഇൻഡസ്ട്രിയും മറ്റ് പല ഇൻഡസ്ട്രികളും അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. അവർക്ക് മികച്ച സിനിമകൾ കൊടുത്താലും സ്റ്റാർ വാല്യൂ വലിയൊരു ഘടകമാണ്. സ്റ്റാർ വാല്യൂ ഉണ്ടെങ്കിലേ അവർക്ക് 50ഉം 100ഉം 150ഉം 200ഉം ഒക്കെ നേടാൻ കഴിയുള്ളൂ. ഇവിടെ സ്റ്റാർ വാല്യൂ ഇല്ലാതെ തന്നെ ഇൻഡസ്ട്രി ഹിറ്റ് വരെ അടിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി. അതൊരു വ്യത്യസ്തമായ ഇൻഡസ്ട്രിയാണ്. ബ്ലാസ്റ്റിന് വരെ ഗംഭീര പ്രതികരണം മലയാളത്തിൽ നിന്ന് ലഭിക്കുമ്പോൾ ഇവിടെ 10 കോടിയും ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലാസ്റ്റ് എന്ന ചിത്രം. ഈ അഭിപ്രായം നേടുമ്പോൾ ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ, ഇവിടെ ഒരു പ്രൊമോഷൻ നടത്താത്ത അണിയറ പ്രവർത്തകർ ഓടി വരികയാണ് മലയാളത്തിൽ അവരുടെ സപ്പോർട്ട് കാണിക്കാൻ വേണ്ടി. അങ്ങനെയാണ് കേരളത്തിൽ പ്രേക്ഷകർ സിനിമകളെ സ്വീകരിക്കുന്നത്. ഇതറിയുമ്പോൾ എല്ലാവരും ഓടിയെത്തും. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു വാഴ 2ഉം തമിഴകത്തിറങ്ങിയ യൂത്തും തമ്മിലുള്ള കമ്പാരിസൺ. യൂത്തിന് വലിയ രീതിയിലുള്ള പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ ചിത്രത്തിന് അവിടെ ഒരു വലിയ സംഖ്യയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. 100 കോടി പോലും കഴിഞ്ഞിട്ടില്ല. പക്ഷേ വാഴ 2 എന്ന ചിത്രം, അതേ പാറ്റേണിൽ വന്ന ചിത്രം, യൂത്തിനെ കയ്യിലെടുത്ത ചിത്രം 200 കോടിക്ക് മുകളിൽ സഞ്ചരിക്കുകയും ചെയ്തു. അതാണ് ഈ 2 ഇൻഡസ്ട്രികളുടെയും വ്യത്യാസം. പോസിറ്റീവ് റിപ്പോർട്ട് ലഭിക്കുകയും ക്ലാഷിന് ഒരു സിനിമ പോലും വരാതിരുന്നിട്ടും യൂത്ത്, തായ്ക്കിഴവി പോലുള്ള സിനിമകൾ 100 കോടി ക്ലബിൽ ഇടം നേടാത്തത് തമിഴ് സിനിമയുടെ ന്യൂനതയാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതുവരെ 38 കോടിയാണ് ബ്ലാസ്റ്റ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. തമിഴ്നാട്ടിൽ നിന്നും 18 കോടിയും കേരളത്തിൽ നിന്ന് 10 കോടിയുമാണ് ചിത്രം സ്വന്തമാക്കിയത്. കേരളത്തിൽ വെറും 75 സ്ക്രീനിൽ മാത്രം റിലീസ് ചെയ്ത ചിത്രം ഇപ്പോൾ 150ലേറെ സ്ക്രീനുകളിൽ വ്യാപിച്ചിരിക്കുകയാണ്. അർഹതയുണ്ടായിട്ടും ബ്ലാസ്റ്റ് 100 കോടി നേടാൻ സാധ്യതയില്ലെന്നാണ് കണക്കുകൂട്ടൽ.